CPIM-ന്റെ തലപ്പൊക്കമാർന്ന നേതാവ് തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ. സുധാകരൻ പാർട്ടിക്ക് വശംവദനാകുന്നില്ല എന്നും പാർട്ടിയാണ് സുധാകരനെ ഇത്രമേൽ അറിയപ്പെടുന്ന ഒരു നേതാവാക്കിയതെന്നും 2 തവണ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കൊടുത്തതെന്നും ചെങ്ങന്നൂർ MLA ആയ സജി ചെറിയാൻ തട്ടിവിടുമ്പോൾ സുധാകരൻ മറുപടി പറഞ്ഞത്, എന്നെ അങ്ങോട്ട് കൃത്യമായി അളവുകോൽ വെച്ച് അളക്കാൻ നോക്കണ്ട എന്ന തരത്തിൽ തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറയുകയാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൃത്യമായി അദ്ദേഹത്തെ അഭിനന്ദിച്ച നേതാവാണ് താനെന്നും പല മന്ത്രിമാരെക്കുറിച്ചും കൃത്യമായി എതിരഭിപ്രായം ഉണ്ടായിട്ടും സുധാകരൻ ഏറ്റവും മികച്ച ഒരു നേതാവായിരുന്നു എന്നുള്ളത് തനിക്കറിയാമായിരുന്നുവെന്നും 140 നിയോജക മണ്ഡലങ്ങളിലും തുല്യമായി പൊതുമരാമത്ത് പണിക്ക് വേണ്ടി തുല്യമായി പണം വീതിച്ചു നൽകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിനെ താനെന്നല്ല കോൺഗ്രസ്സുകാർ പോലും കുറ്റപ്പെടുത്തിയാൽ അത് തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നും തുറന്നടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സുധാകരൻ കഴിഞ്ഞ കുറേ നാളുകളായി CPIM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി ഏറ്റവും രൂക്ഷമായ ഉടക്കിലാണ്. M നാസറിനെതിരെയും AM ആരിഫിനെതിരെയും അവിടുത്തെ സംഘങ്ങൾക്കെതിരെയും കൃത്യമായി നീങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് സുധാകരൻ. പറഞ്ഞു വരുമ്പോൾ കൃത്യമായി നോക്കിയാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതയും ഈ പറയുന്ന ഉൾപാർട്ടി പോരാട്ടവും ഒക്കെ ഏറെ നാൾ കണ്ടു വളർന്ന ഒരു വ്യക്തി തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരും പ്രത്യേകമായി രാഷ്ട്രീയ കളികളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിരവധി തവണ അമ്പലപ്പുഴയെ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലും 2 തവണ ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ പാർട്ടിക്കുള്ളിലും സംസ്ഥാന നിയമസഭയിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പളപളപ്പുള്ള പരിപാടികൾ, പ്രത്യേകിച്ചും പണം പൊടിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ CPIM നടത്തുമ്പോൾ അതിലൊന്നും സുധാകരനെ ഇപ്പോൾ കാണാറില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്, ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് ആർക്കാണ് അറിയാത്തത് എന്ന് VD സതീശൻ പറഞ്ഞു. CPIM-കാർക്ക് സുധാകരനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളോട് പുച്ഛമാണ്. കാരണം അദ്ദേഹം വരുന്നത് പുന്നപ്രയുടെ മണ്ണിൽ നിന്നാണ്, ആലപ്പുഴയിൽ നിന്നാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനോട് എതിർപ്പ് കാണിക്കുന്ന പല നേതാക്കളുമുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ സുധാകരനെ പോലുള്ള നേതാക്കളെ വഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രായപരിചയവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയുമൊക്കെ കൃത്യമായും ഇപ്പോഴത്തെ യുവ നേതാക്കൾ കണ്ടുപഠിക്കേണ്ടതാണ്. CPIM-ൽ മഷിയിട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരാളെ കിട്ടുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെക്കുറിച്ച് സുധാകരനെ പോലുള്ളവർ പറയുമ്പോൾ വല്ലാതെ നോവുന്നുണ്ടല്ലേ എന്നും കൃത്യമായി VD സതീശൻ ചോദിച്ചു.